എവിടെ എവിടെ? പുറത്തേക്ക് ഓടി. കള്ളൻ 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 കള്ളൻ! ഇനത്തെ മോളെ എടിയാ ചൂട്ടും കൊണ്ട് എത്തിക്കും. കള്ളൻ കള്ളൻ കുന്നിച്ച പിടിയവനെ പിടിയതാ. ഓടിവാ ഓടിവാ. കള്ളപ്പന്നി. ഞാനല്ല. നീ അല്ലേ? അല്ല. പിന്നെ ആരാ? ഇവനാ. ഞാനോ? കള്ളപ്പന്നി. കൊല്ലിയോ വേണ്ട. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടാപ്പാ. കള്ളന്മാരെ കൊന്ന കേസില്ല. ഞാനല്ല. നീ അല്ലേ? നുണ പറയുന്നു. മതി, ഏതായാലും സാധനം പോയില്ലോ. ഇവനെ പിടിച്ചെട്ടിക്കൊണ്ട് കൊടുക്ക് ആ പാതിരിക്ക്. അയാൾ പറയണം ഇതിന്റെ സമാധാനം. അങ്ങേ ആ പാതിരിന്റെ അടുത്ത് തന്നെ കൊണ്ടാക്കണം. കള്ള സൂറ. എന്താ കാര്യം? എന്റെ വീട്ടിൽ കയറി 10-25 പേന്റെ ആഭരണം മോഷ്ടിച്ചു. ഞങ്ങൾ എല്ലാരും കൂടെ ഓടിച്ചിട്ട് പിടിച്ചതാ. ഞങ്ങളിത് എന്നാ ചെയ്യണം? അച്ഛൻ തന്നെ പറ. നേരാണോടാ? അല്ലച്ചോ, ഞാൻ കള്ളനല്ല. കള്ളൻ ഇവനാ. ഞാൻ കടന്നു പിടിച്ചപ്പോ ഇവരെല്ലാം കൂടെ എന്നെ കള്ളനാക്കി. ഈ കള്ളപ്പന്നി നുണ പറയാണോ? ഞങ്ങൾ ഇത്രയും പേര് കണ്ടതാ. നിങ്ങൾ എല്ലാരും കണ്ടോ? ഞങ്ങൾ ഓടി വന്നപ്പോ ആന്റണി കുഞ്ഞച്ചനും കൂടെ പിടിച്ചു നിർത്തിയിരിക്കുന്ന കണ്ടത്. അപ്പൊ ശരിക്കും കണ്ടത് ആന്റണിയും കുഞ്ഞച്ചനും മാത്രമാ അല്ലേ? ഞങ്ങളൊക്കെ തൊട്ട് പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. വാറുണ്ണി, ദൈവത്തെ ഓർത്ത് എന്നെ ഓർത്ത് സത്യം പറടാ. കർത്താവാണ് സത്യം. ഞാൻ കണ്ടിട്ടില്ല അച്ചോ. ചേടാ, ഇവനെ കള്ളനാക്കിയിട്ട് ഞങ്ങൾക്ക് എന്നാ പ്രയോജനം? അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളത്. അച്ഛൻ എന്ത് വർത്താനേ പറയുന്നേ? ഫിലിപ്പോസേ, സ്വന്തം കണ്ണിനെ പോലും വിശ്വസിക്കാൻ ഒക്കാത്ത കാല. ഇവനെ വേണേ പോലീസിലേപ്പിക്കാം. അവരവനെ ഇനിയും ചതയ്ക്കും, കോടതി കൊണ്ട് ശിക്ഷിക്കുകയും ചെയ്യും. പക്ഷെ സത്യം എന്താന്ന് ഒന്നുകൂടെ അന്വേഷിച്ചിട്ട് വേണം. ആരോട് അന്വേഷിക്കാനാ? അതൊക്കെ പോലീസ് നോക്കുള്ളൂ. കള്ളം കയറി ആദ്യം കണ്ടതാരാ? ശരീര. ആ, അവളോട് ചോദിക്കുക. ഇവനാണെന്ന് അവർക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ തന്നെ ഇവനെ പോലീസിലേപ്പിക്കാം. ഓ, അതിന്റെ ആവശ്യമുണ്ട്. പക്ഷെ അതുവരെ ഇവനെ ഒന്നും ചെയ്യരുത്. ഞാൻ തന്റെ കാല് പിടിച്ചപേക്ഷിക്കാം. എന്നാൽ ഇപ്പൊ തന്നെ ചോദിക്കണം. അച്ഛനും വാ. വരാം. ഞാനില്ല. കള്ളനെ പിടിച്ചു കൊടുത്തിട്ട് ഇപ്പൊ ബാക്കിയുള്ളവന്ന് മാറി. കാലെ കാണാൻ ഏതോ ഒരു പട്ടിയും കടിച്ചു. സലീനെ, ശരിക്കും ഓർത്ത് പറയണം. ഈ വാറുണ്ണിയാണോ മോഷ്ടിക്കാൻ കയറിയേ? മുഖം മറിച്ചിരുന്നച്ചോ, അതുകൊണ്ട് ആരാന്ന് പറയാൻ പറ്റില്ല. ഒരു കാര്യം ഉറപ്പാ, ഇയാളല്ല. ഇത്രയും പൊക്കമില്ലാത്ത ഇതിലും തടിയുള്ള ഒരാളാ. കുഞ്ഞച്ചനാണോ? പറ. എനിക്കറിയില്ല അച്ചോ. അവക്കറിയാം, പക്ഷെ പുറത്ത് പറയില്ല. കാരണം കള്ളം കപ്പലിൽ തന്നെയാ. സൂക്ഷിച്ചോ. ഓട്ടേ വേലിപ്പോസേ. നീ എന്തിനാ എല്ലാരും നിൽക്കുന്ന? പൊക്കോളിൻ. പറ. വേണ്ടാത്ത കാര്യത്തിന് കണ്ണി കണ്ടവിടെ തല്ലുപഴി ഇങ്ങനെ കൊള്ളനോടാ. അച്ഛൻ പറഞ്ഞല്ലേ പഴയ പോലെ ആരെയും തല്ലൊന്നും ചെയ്തു. എന്നാ ഇപ്പൊ അതിങ്ങനെ തിരിച്ചെടുത്തിരിക്കുന്നു. ഒരു കവളത്തടിച്ചാൽ മറ്റേ കവളും കാണിച്ചു കൊടുക്കണം. പക്ഷെ അവിടെ നെല്ലിയ പിന്നെന്ത് ചെയ്യും? പിന്നെ മുതുക് കാണിച്ചു കൊടുക്കല്ല വേണ്ടത്, തിരിച്ച് മുതുക് തിരിക്കണം. പക്ഷെ ന്യായം നമ്മുടെ പക്ഷത്തായിരിക്കണമെന്ന് മാത്രം. മനസ്സിലായോടാ കുതിരക്കണാരാ? ആ, വാ പോ. നാറ്റക്കേസായി. നാട് മുഴുവൻ അറിഞ്ഞു. പോലീസ് പിടിപ്പിക്കാതിരുന്ന ആരുടെ കുരുത്താണോ? എന്റെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കി. സെലീനയുടെ അപ്പന്റെയും മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? നീ വെപ്രാളം കാണിച്ച പ്രശ്നമൊക്കെ ഉണ്ടായത്. പെട്ടി കയ്യിൽ നിന്ന് വീണില്ലായിരുന്നെങ്കിൽ ഒരൊറ്റ കുഞ്ഞറിയത്തില്ലായിരുന്നു. വാതില് തുറന്നു കയറാതെ ഓട് പൊളിച്ച് കയറിയാ മതിയായിരുന്നു. ആ, ഇതിപ്പോ ഞാൻ തുറന്നു തന്നതാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. ആ അച്ഛൻ തന്നെ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ സംഗതി വാറുണ്ണിയുടെ തലേ തന്നെ ഇരുന്നേനെ. പോലീസിനെ കൊണ്ട് അവനെ പൊക്കിക്കുകയും ചെയ്യായിരുന്നു. കണ്ടിട്ടു, അവനല്ലേ വരുന്നത്. വല്ല കുഴപ്പമുണ്ടാക്കാനാണോ? പിന്നെ ഇന്നലെ നല്ല ഒന്നാന്തരം താങ്ങല്ലേ താങ്ങിയത്. തിരിച്ചൊന്ന് തള്ളാനുള്ള ചങ്കൂറ്റം പോലും ഇല്ലായിരുന്നു.
എന്ത് വേണം? ഇന്നലെ കാര്യമില്ലാത്ത കാര്യത്തിന് എന്നെ കുറെ തല്ലിയില്ലേ? അച്ഛനോട് പറഞ്ഞ വാക്ക് തെറ്റിക്കാതിരിക്കാനാ നിന്ന് കൊണ്ടത്. ആഹാ, അങ്ങനെ അച്ഛൻ പറഞ്ഞത് കേട്ട് നടന്നു, അല്ലെങ്കിൽ അച്ഛനും കൊള്ളും. അതിന് അച്ഛൻ വാക്ക് മാറ്റിയല്ലോ.